ഹലോ, അനൂസ് മാജിക് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലയാളികളുടെ സ്വന്തം ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇടിയൻ ചമ്മന്തി, വേപ്പിലക്കട്ടി എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന ചമ്മന്തിപ്പൊടി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. അതെല്ലാവർക്കും അറിയാം. വേറെ ഒരു കറി ഇല്ലെങ്കിലും ഈ ചമ്മന്തിപ്പൊടി കുറച്ചുണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റോടു കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് 2 തേങ്ങയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള തേങ്ങയാണ് എടുത്തിരുന്നത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ചേരുവകൾ പരിചയപ്പെടാം. ചുവന്ന ഉള്ളി 2 പിടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് വറ്റൽമുളക് ഒരു 10-12 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇഞ്ചി ഈ ഒരു വലുപ്പത്തിൽ വേണം. പിന്നെ വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 10-15 തണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും 2 തേങ്ങ വെച്ച് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു അളവാണിത്. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ 2ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ ഞെട്ട് മാറ്റിയിട്ടുണ്ട്. ഇഞ്ചി ചെറിയ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില തണ്ടിൽ നിന്നെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ തേങ്ങയുടെ ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുക്കണം. ഉള്ളി ചെറിയ സൈസ് ആണെങ്കിൽ അതേപടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വലിപ്പമുള്ളത് കൊണ്ടാണ് ഞാൻ 2ആയിട്ട് മുറിച്ചത്. വറ്റൽമുളകാണെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു അലുമിനിയം ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഓട്ടുരുളി ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ഇതേ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചുവട്ടി പിടിക്കാതിരിക്കാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് തേങ്ങയുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങയിൽ വെള്ളമായി ഉള്ളതുകൊണ്ട് ചോട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് തീ വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. അപ്പം തേങ്ങയിലെ വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നിടം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എല്ലായിടത്തും ഒരുപോലെ ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി ഇളക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഞാനും മമ്മിയും ചേർന്നാണ് ഇവിടെ റെഡിയാക്കി എടുത്തത്. മാറി മാറി ഇളക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ മടുക്കുകയില്ല. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മടുക്കുകയില്ല. അപ്പോൾ ഇത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിന്, അതായത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് 2 മിനിറ്റ് മുമ്പ് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചമ്മന്തിപ്പൊടിക്ക് കുറച്ച് കളർ വേണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതേ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വാളൻപുളി റെഡിയാക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ നാരും കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉരുളിയിൽ നിന്ന് ഒരു ബൗളിലേക്ക് വറുത്ത തേങ്ങ മാറ്റിയിട്ടുണ്ട്. അപ്പം ചെറു ചൂടോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും വാളൻപുളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ മിക്സിയുടെ ജാറ് വേണം എടുക്കാനായിട്ട്. ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കാം. 2 ഭാഗമായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും വാളൻപുളിയും ചേർത്ത് കൊടുത്ത് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് രാത്രിയിലായിരുന്നു, അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട്. ചമ്മന്തിപ്പൊടിയുടെ ആ ഒരു കറക്റ്റ് കളർ ഇതിൽ കിട്ടിയിട്ടില്ല. ബാക്കി വന്ന ഭാഗം കൂടെ പൊടിച്ചെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും പൊടിച്ചെടുത്തിട്ട് വരാം. അതും റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ഉപ്പും പുളിയും എരിവും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആകാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് കളറ്. ഞാൻ രാവിലെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. നല്ല അടപ്പുള്ള നല്ല ചില്ലുഭരണിയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു പുതിയ ഐറ്റവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.